ഫ്രം ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വാട്ട് വി സോ ഇസ് വാട്ട് വി റീപ്. നമ്മൾ എന്താണോ നടുന്നത് അതിന്റെ ഫലമാണ് നമ്മൾ കൊയ്യുക. പക്ഷെ ഇവിടെയുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ എന്ത് നടണം, എങ്ങനെ നടണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മളുടെ കയ്യിലാണ് ആ ഒരു അതോറിറ്റി, ആ ഒരു പവർ ഇരിക്കുന്നത്. നമ്മൾ എന്ത് നടും, എങ്ങനെ നടുമെന്ന് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരാളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എനിക്കും നന്മ മാത്രമായിരിക്കും എനിക്ക് കിട്ടുന്ന പ്രതിഫലം. ഞാനിപ്പോൾ ഒരാളെ വെറുക്കുകയാണെങ്കിൽ ഞാനും വെറുക്കപ്പെടും. എനിക്ക് ഒരാളോട് കരുണ തോന്നുകയാണെങ്കിൽ എനിക്കും കരുണ ലഭിക്കും. ഇത് സാധാരണ നമ്മുടെ മോട്ടിവേഷണൽ ക്ലാസ്സസിലൊക്കെ നമ്മുടെ മോറലി എൻറിച്ച്ഡ് ആയിട്ടുള്ള ലെസൺസ് പറഞ്ഞുതരാൻ വേണ്ടി ടീച്ചേഴ്സ് പൊതുവെ പറഞ്ഞു തരുന്ന ചില ലെസൺസ് ആണ്. പക്ഷേ ആത്മീയതയുടെ രണ്ടാം ഘട്ടത്തിൽ കടക്കുമ്പോൾ ഇതിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ഡിമെൻഷൻസ് ആണുള്ളത്. എന്താണെന്നറിയോ, ഇപ്പം എന്നെ ഒരാൾ വെറുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ വെറുക്കുന്ന വ്യക്തി അയാൾ എന്നെ വെറുക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ ആണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്നാണ് ആത്മീയതയുടെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക. എന്നെ വെറുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. ആ വ്യക്തി എന്നെ വെറുക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത്. കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പല പ്രേയേഴ്സിനൊക്കെ ഉത്തരം ലഭിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്നറിയോ, നമ്മൾ ഭയങ്കര പ്രാർത്ഥനയെ പോലും നമ്മൾ സ്വാർത്ഥരാണ്. ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്ക്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാം? എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അവർക്ക് നല്ലത് വരുത്തണേ, എനിക്ക് നല്ലത് വരുത്തണേ, എൻ്റെ കുടുംബത്തിന് നല്ലത് വരുത്തണേ, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ അയൽപ്പക്കക്കാർക്ക് വേണ്ടിയിട്ടോ, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടോ, നമ്മളെ വെറുക്കുന്നവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഒരു യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നത്. അല്ലാതെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ച കർത്താവിന് പോലും ബോറടിച്ചു പോകും. അതായത് എന്നും നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്ര സ്വാർത്ഥരാണല്ലേ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പൊ എന്നും ജീസസ് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലല്ല, നിന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു മൂല്യം ഉണ്ടാകുന്നത്. ഏറ്റവും ഉത്തമ ഒരു ഉദാഹരണം ഇതാണ്. 1 മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്ന വ്യക്തിയിലൂടെ 2 മൈൽ ദൂരം നടക്കുക. ഒരു കർണക്കുറ്റിക്ക് അടിക്കുന്ന വ്യക്തിക്ക് മറ്റേ കർണക്കുറ്റി കൂടി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ ആത്മീയതയ്ക്ക് കുറച്ചും കൂടി നല്ല ഒരു ഡീപ്പർ ലെയറിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഒരു